ഇന്ന് കഴിഞ്ഞ 1-ാം ക്ലാസ് അറബിക് പരീക്ഷയുടെ ആൻസർ കീ നോക്കാം. 2025 ഓണപരീക്ഷയുടെ ഒന്നാമത്തെ ചോദ്യം, ചിത്രങ്ങൾക്ക് നിറം നൽകി അനുയോജ്യമായ പദത്തിന് ശരി അടയാളം നൽകാം. ഇവിടെ 3 ചിത്രങ്ങളുണ്ട്. ആ 3 നിറം നൽകുക. അതിനുശേഷം അവയിൽ ഓരോന്നിൻ്റെയും പേര് എന്താണെന്ന് കണ്ടെത്തി ആ പേരുള്ള കോളത്തിൻ്റെ അടുത്തുള്ള ആ ചെറിയ കോളത്തിലൊരു ശരി അടയാളം, ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. ഒന്നാമത്തെ ചിത്രം മീനാണല്ലേ, മത്സ്യം. മീനിന് സമക്കുൻ എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ സമക്കുൻ എന്നതിൻ്റെ നേരെയുള്ള കള്ളിയിൽ ടിക്കടയാളം നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം വീടാണ്. വീടിന് ബൈത്ത് അല്ലേ, അപ്പോൾ ബൈത്തിന് ടിക്കടയാളം നൽകി. മൂന്നാമത്തേത് സിംഹം. സിംഹത്തിന് എന്താ പറയുക? അസദുന്നാണ്. കൽബ് പട്ടിയാണ്, നായാണ് അല്ലേ, അതുകൊണ്ട് അസദിൻ്റെ നേരെ ടിക്കടയാളം നൽകി. ഓക്കെ, ഇനി അതിൽ ബി ചോദ്യം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. കോഴിക്കുഞ്ഞിൻ്റെ ചിത്രമാണുള്ളത്. കോഴിക്കുഞ്ഞിന് എന്താ പറയുക? സൂസുൻ. ആ സൂസ് നമ്മളിവിടെ അടുത്ത കള്ളിയിൽ എടുത്തെഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഒരു റുമ്മാൻ പഴത്തിൻ്റെ ചിത്രമുണ്ടല്ലേ, അപ്പോൾ അതവിടെ പഴത്തിൻ്റെ പേരവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ റാ വിട്ടുപോയിട്ടുണ്ട്. ആ റാ അവിടെ ചേർത്ത് കൊടുക്കുക. റാओ അല്ലെങ്കിൽ റൂ എന്ന് എഴുതാം. അപ്പോൾ റുമ്മാൻ എന്നായി. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം. പദങ്ങൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ കണ്ടെത്തി ശരിയായ അടയാളം നൽകാം. പദം എന്താണ്? ബുൽബുൽ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ബുൽബുൽ? ഒന്നാമത്തേത് തത്തയാണല്ലേ, തത്തക്ക് ബബ്ഗ എന്നാണ് പറയുക. അവസാനത്തേത് കാക്കയാണ്, കാക്കക്ക് ഉറാബാണ് അല്ലേ. അപ്പം രണ്ടാമത്തേതാണ് കുയിൽ, അതിനാണ് ബുൽബുൽ എന്ന് പറയുക. അതിന് ടിക്ക് നൽകി. പിന്നെ അതേപോലെ അനാനാസ് എന്നാണ് ചിത്രമുള്ളത്, പദമുള്ളത്. അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈതച്ചക്കയാണ്, അതുകൊണ്ട് അതിൻ്റെ നേരെ ടിക്ക് നൽകി. മാഞ്ചയാണ് മാങ്ങ, റുമ്മാനാണ് റുമ്മാൻ പഴം. ഓക്കെ, അടുത്ത ചിത്രം കൽബുൻ എന്നതാണ് അടയാളപ്പെടുത്തേണ്ടത്. കൽബ് എന്താണ്? നായാണ് കൽബ് അല്ലേ, അതുകൊണ്ട് നായയുടെ താഴെയുള്ള കോളത്തിൽ ശരി അടയാളം നൽകുക. പശുവിന് ബക്കറത്തുൻ എന്നും കുരങ്ങിന് കിർദുൻ എന്നുമാണ് പറയുക. അതുകൊണ്ട് കൽബിന് നേരെ ടിക്ക് ചെയ്യുക. പിന്നെ ചിത്രത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി ടിക്ക് അടയാളം നൽകാം. ഇവിടെ തുഫാഹ്, ആപ്പിൾ ഉള്ളത് അല്ലേ, ആപ്പിളിന് എന്താ പറയുക? തുഫാഹ് എന്നാണ്. അതുകൊണ്ട് തുഫാഹിൻ്റെ താഴെയുള്ള ആ കോളത്തിൽ ടിക്ക് നൽകുക. അടുത്ത ചോദ്യം. ഒരു പൂവൻ കോഴിയാണ്, അതിനെന്താണ് പറയുക? ദീക്കുനാണ് അല്ലേ, അതുകൊണ്ട് ദീക്കിൻ്റെ കള്ളിയിൽ ടിക്ക് നൽകിയിരിക്കുന്നു. പിന്നെ വിട്ടുപോയ അക്ഷരങ്ങളെ കണ്ടെത്താം. ഇവിടെ പാലിൻ്റെ ചിത്രമാണ് ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രം ഇവിടെ ക്ലിയർ ഇല്ല, പാലാണ് അവിടെ ഉള്ളത്. പാലിന് ഹലീബുൻ എന്നാണ് പറയുക. ലീബുൻ എന്നിവിടെ ഉണ്ട്. ഹ എന്ന അക്ഷരം നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കണം. അടുത്തത് പപ്പായാണ് അല്ലേ, പപ്പായയുടെ ആദ്യത്തെ അക്ഷരമായ ബ ചേർത്ത് കൊടുക്കണം, ബബായ. പിന്നെ റുമ്മാൻ, റുമ്മാനിൻ്റെ ആദ്യത്തെ അക്ഷരമായ റു ചേർത്ത് കൊടുക്കാം, അപ്പോൾ റുമ്മാനു എന്നാകും. അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പേരിൻ്റെ ആദ്യ അക്ഷരം കണ്ടെത്തി എഴുതാം. ആദ്യത്തെ ചിത്രം അസദിൻ്റേതാണ് അല്ലേ. അസദിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആയാണ്. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, ആ ഇ ഉ. അതിൽ ആയാണ് അസദിൻ്റെ ആദ്യത്തെ അക്ഷരം, അതുകൊണ്ട് ആ എന്നത് ഇവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാരാണ്? പൂച്ച. പൂച്ചക്ക് കിത്തുൻ എന്നാണ് പറയുക. കാ കീക്കു എന്നുള്ളതിൽ നിന്നും കീ എടുത്തുകൊണ്ട് ഇവിടെ എഴുതുക, അപ്പോൾ കിത്തുൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വിട്ടുപോയ അക്ഷരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാം. ഒന്നാമത്തത് ഇവിടെ എൽബുൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മേലെയുള്ള 3 അക്ഷരങ്ങളിൽ ഏതാണ് ശരി ഉത്തരം? കായാണ് അല്ലേ. കാ ചേർത്ത് കൊടുത്താൽ കൽബുൻ എന്നാവും, നായ. പിന്നെ ഇവിടെ റുൻ എന്നുണ്ടായിരുന്നു. അതിൽ മേലെ നിന്നും നമ്മൾ എടുക്കേണ്ട അക്ഷരം തായാണ് അല്ലേ. താ വെച്ചാൽ തമ്രുൻ എന്ന് കിട്ടുന്നതാണ്. പിന്നെ തമ്രുൻ കാരക്ക, കൽബുൻ നായ. ഓക്കെ, അടുത്തതും അതേപോലെ തന്നെ യാവും കാഫുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ക ബൂതി, അതിലേതാണ് ചേർക്കേണ്ടത്? ദി എന്ന അക്ഷരം ചേർത്താൽ ദീക്കുൻ എന്ന് കിട്ടും, അപ്പോൾ ശരിയായി. പിന്നെ ഇവിടെ സ്വ സ ആ എന്നുണ്ട്, നമ്മൾ ചേർക്കേണ്ടത് സ എന്നാണ് അല്ലേ. സീനിൻ്റെ മേലെ ഫതഹിട്ട സ, സമക്കുൻ എന്ന് കിട്ടും, സമക്കുൻ മത്സ്യം. പിന്നെ ഇവിടെ ൽ ബുൽ എന്നുണ്ട് അല്ലേ. ആദ്യത്തെ അക്ഷരം ബു എന്നാണോ തു എന്നാണോ റു എന്നാണോ? നമ്മൾ ബു ആണ് ചേർക്കേണ്ടത്, അപ്പോൾ ബുൽബുൽ എന്ന് കിട്ടും. ബുൽബുലാണ് ശരി, കുയിൽ. പിന്നെ നുലാഹിദ് വനക്തുബു, ചിത്രത്തിലുള്ള ജീവികളുടെയും വസ്തുക്കളുടെയും പേരുകൾ കണ്ടെത്തി എഴുതാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ കുറേ വസ്തുക്കളുണ്ട്, അവയുടെ പേരുകൾ ഇവിടെയുണ്ട്. ഈ പേരുകൾ വായിച്ച് നോക്കാം. എന്നിട്ട് ഈ പേരുകളിൽ ചിത്രത്തിലുള്ള പേരുകൾ മാത്രം താഴെ എഴുതാം. പേരുകൾ എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം. കൽബുൻ നായ,
നായ ചിത്രത്തിലുണ്ടോ? ഉണ്ട്, ഇവിടെ നായ ഉണ്ട് അല്ലേ? അതുകൊണ്ട് കൽബ് നമ്മൾ ഇവിടെ എഴുതി. ഇനി സമക്കുൻ, മീൻ ഈ ചിത്രത്തിലുണ്ടോ? മീനിനെ നമ്മൾ എവിടെയും കാണുന്നില്ല, അതുകൊണ്ട് സമക്ക് എഴുതണ്ട. പിന്നെ ബൈത്തുൻ എന്നാണുള്ളത് മൂന്നാമത്തത്. ബൈത്ത് ഇവിടെ ഉണ്ട്, ഇതാണ് ബൈത്ത്. അപ്പോൾ ബൈത്ത് നമ്മൾ എഴുതണം. അടുത്ത വാക്ക് ഖിത്തുൻ എന്നാണ്. ഖിത്ത് മീൻസ് പൂച്ച. പൂച്ച ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഖിത്തുൻ ഇവിടെ എഴുതുക. പിന്നെ അസദുൻ, സിംഹം ഇതിലുണ്ടോ? സിംഹത്തെ നമ്മൾ കാണുന്നില്ല, അപ്പോൾ അസദ് എഴുതണ്ട. പിന്നെ ബുൽബുലുണ്ട്, ബുൽബുൽ എന്ന വാക്ക് കാണുന്നുണ്ട്. ബുൽബുൽ ഇവിടെ ബുൽബുൽ പറന്നു പോകുന്നുണ്ട്, അപ്പോൾ ബുൽബുലിൻ്റെ പേര് ഇവിടെ എഴുതണം. പിന്നെ സൂസാണുള്ളത് അല്ലേ? സൂസ് ഇവിടെ സൂസ് ഉണ്ട്, അതുകൊണ്ട് സൂസിൻ്റെ പേരും ഇവിടെ എഴുതാം. റുമ്മാനുണ്ടോ? റുമ്മാനില്ല, അതുകൊണ്ട് റുമ്മാൻ എഴുതണ്ട. ഇത്രയും എഴുതിയാൽ നമ്മുടെ പരീക്ഷയുടെ ചോദ്യങ്ങൾ അവസാനിച്ചു. ഓക്കെ.